ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. 97-ാമത്തെ വയസ്സിൽ TJS ജോർജ് അന്തരിച്ചു. ഒരു പുരുഷാർത്ഥം, ഒരു ജീവിതം പൂർണ്ണമായി ജീവിച്ചതിന് ശേഷമാണ് മഹാനായ പത്രപ്രവർത്തകൻ TJS ജോർജ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കുവാനായി അതിഥിയായി എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന പത്രപ്രവർത്തകരിൽ, ഇന്ത്യയിലെ തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളിലെ ഏറ്റവും പ്രമുഖരായ പത്രപ്രവർത്തകരിൽ ഒരാളും, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫോമർ റെസിഡന്റ് എഡിറ്ററും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫോമർ റെസിഡന്റ് എഡിറ്ററും ഒക്കെ ആയിരുന്ന MK ദാസ് ആണ്. നാം എല്ലാം ബഹുമാനിക്കുന്ന ദാസ് സാറ് TJSനെ ഓർമ്മിക്കുവാനായി ദാലിയിൽ എത്തിയിരിക്കുകയാണ്. സങ്കടമുള്ള ഒരു ദിവസമാണ്. എങ്കിലും താങ്കളെ ഈ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. TJS ജോർജ് വിടവാങ്ങി. താങ്കളുടെ ആദ്യത്തെ പ്രതികരണം എന്താണ്? ആദ്യത്തെ ഇന്നലെ വൈകുന്നേരമാണ് മദ്രാസിൽ നിന്ന് ഓഫീസിൽ തന്നെ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ 4-4:30 മണിക്ക് അദ്ദേഹം വിട പറഞ്ഞു എന്നുള്ളത്. ആദ്യത്തെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നൊരു നല്ലൊരു ജീവിതം നയിച്ച ആളായിട്ട്, നല്ലൊരു ഫുൾ ലൈഫ് ആൻഡ് വെരി കളർഫുൾ ആൻഡ് ഫുൾഫില്ലിങ് ലൈഫ്. പക്ഷെ പെട്ടെന്നുള്ള പോക്ക് ഇത്തിരി സങ്കടം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അതായത് അദ്ദേഹം ബാംഗ്ലൂരിൽ തിരിച്ചെത്തി ടൈംസ് ഓഫ് ഡെക്കൻ തുടങ്ങിയ കാലം തൊട്ടുള്ള ഞങ്ങളുടെ ബന്ധമായിരുന്നു. പക്ഷെ അത് കൂടുതൽ അടുത്തത് ഞാൻ ഫൈനാൻഷ്യൽ എക്സ്പ്രസ് ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം കൺസൾട്ടന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ വരും. ആ ഇടയ്ക്കാണ് ഞങ്ങൾ കൂടുതലായിട്ട് അടിച്ചത്. പിന്നെ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന് വിരമിച്ചതിന് ശേഷവും ജോർജ് സാർ എപ്പോഴും എറണാകുളത്ത് വരുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൽ കൂട്ടായ്മയിൽ പലരും ചർച്ച ചെയ്ത് കൂടിയിട്ട് അത് ഒരു കാലത്ത് അദ്ദേഹം ഒരു പുതിയൊരു പുസ്തകത്തിനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ദ ഇന്ത്യ വി ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ് അദ്ദേഹം എഴുതാൻ വെച്ചിരുന്നത്. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു, ദാസ, ഞാൻ ഓരോ ചാപ്റ്റർ എഴുതുമ്പോഴും ഞാൻ താങ്കളെ കാണിച്ചു തരാം, അതിൻ്റെ കുറച്ച് ക്രിട്ടിക്കലായിട്ട് എനിക്ക് ഒരു മറ്റേ റെസ്പോൺസ് വേണം എനിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നിട്ട് 7 ചാപ്റ്ററോടെ എഴുതി. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാനിത് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഇത് നന്നായി തുടർന്ന ഒരു പരമ്പരയാണ്, ഇത് എന്താ പെട്ടെന്ന് നിർത്തിയെന്ന് ചോദിച്ചു. അല്ലല്ല, ഞാൻ ചോദിച്ചു അനവധി ബുക്കുകൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ആൾക്കാർ, ആ ഇടയ്ക്ക് പഴയ ആൾക്കാർ കുറിച്ചാനന്ദാസ് എഴുതിയതും പിന്നെ പഴയ പത്രക്കാർ എഴുതിയതായിട്ട് കുറെ. അപ്പൊ ഇതിൽ കുറെ റെപ്പറ്റീഷൻ വരും, വിച്ച് ഐ ഡോണ്ട് വാണ്ട്. പിന്നെ let me see whether I can get a new insight or a new angle. Then I'll come back to you and thank you for all the help. നമ്മൾ നിർത്തി. പിന്നെ അങ്ങനെ അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം വേറെ ചില പുസ്തകങ്ങൾ ഏർപ്പെട്ടത് കാരണം ആയിരിക്കാം ഇത് തുറന്നു പോയില്ല. അപ്പൊ ഇദ്ദേഹത്തായിട്ട് കുറച്ച് കാലം, ഒരു 10-15 കൊല്ലത്തെ അടുപ്പമുള്ള ഇതില് ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പല കാര്യങ്ങളും ഞങ്ങൾക്ക് വിവരം. അങ്ങനെ വളരെയധികം ഷാർപ്പ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അതിലാണ് ഞങ്ങൾ പല വ്യത്യാസം. ഞാൻ അത്രത്തോളം അദ്ദേഹത്തിനോട് യോജിച്ചിരുന്നില്ല. വെച്ചാൽ ഇഷ്ടമായ അങ്ങോട്ട് കണ്ടമാനം ഇഷ്ടാവും, ഇഷ്ടമായിട്ടില്ലെങ്കിൽ അവൻ നല്ല ചെയ്താലും കുറച്ച് ക്രിട്ടിക്കലായിട്ട് പറയില്ല, ഫുള്ളായിട്ട് പറയില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ മാധ്യമക്കാരെ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റൈലാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തില് നല്ലൊരു, ഞാൻ മാതൃഭൂമിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഇസ് വൺ ഓഫ് ദി ഗ്രാൻഡ് എഡിറ്റേഴ്സ് ഓഫ് ഇന്ത്യ, ലാസ്റ്റ് കണ്ണി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് എനിക്ക് ഇനീഷ്യലായിട്ട് തോന്നിക്കുന്നത്. പ്രോബബ്ലി ഒരു ഇന്ത്യക്ക് പുറത്ത് ഒരു ഇന്ത്യൻ പബ്ലിക്കേഷന്റെ, ഇപ്പൊ ഏഷ്യ വീക്ക് ഹോങ്കോങ്ങിൽ നിന്ന് തുടങ്ങുന്നതൊക്കെ ഫൗണ്ടിങ് എഡിറ്റർ എന്നുള്ള രീതിയിൽ, അങ്ങനെ ഇപ്പൊ ഗാന്ധി പുറത്ത് പത്രം നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാല് ഒരു വിദേശത്തുള്ള ഒരു ഇറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിന്റെ ആദ്യത്തെ പത്രാധിപരായിട്ട് TJS ജോർജിനെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും കാണാം. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഭാഷ എനിക്ക് അറിയാമെന്നറിയില്ല. അദ്ദേഹം ഹോങ്കോങ്ങിൽ പോയിട്ട് കുറെ കാലം ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂവിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അന്നത്തെ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു, ഡെറിക് ഡേവിസ് എന്ന് പറഞ്ഞിട്ട്, ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂവിൽ. ഡെറിക് ഡേവിസ് എന്നായിരുന്നു. അന്ന് അനവധി മലയാളികൾ അതിൻ്റെ മറ്റേ വീക്കിലിയിൽ ജോലി ചെയ്തിരുന്നു. നാരായണപിള്ള, ഹോങ്കോങ് ഗോപി, ഇങ്ങോര്, പിന്നെ ഇതൊരു മാത്യു, അങ്ങനെ ഇടയ്ക്ക് വേറെ 1-2 പേരുകളൊക്കെ പറയും.
അപ്പൊ ഈ ഡെറിക് ഡേവിസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങൊരു എല്ലാ ആഴ്ചയിലും അങ്ങൊരു കോള ചെയ്തിരുന്നു ഈ ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ. ആ കോളത്തിൽ ഒരിക്കൽ എന്തോ ഒരു കാരണത്തിൽ വശാൽ അങ്ങൊരു എഴുതി, ഏത് ഇന്റർനാഷണൽ മാസിക തുടങ്ങിയാലും അത് നല്ല ഇംഗ്ലീഷ് വായിക്കണമെങ്കിൽ മലയാളികള് കേരളൈറ്റ്സിനൊക്കെ ആക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനൊരു ഒബ്സർവേഷൻ ആയിരുന്നു അത്. അപ്പൊ അത് ഉദാഹരണമായിട്ട് പോയിട്ട് എൻ്റെ ഈ പത്രത്തിൽ തന്നെയുള്ള നല്ല എഴുത്തുകാരും മുഴുവൻ മലയാളികളാണ്. അതിൽ ഈ നാണപ്പള്ളി MP നാരായണപിള്ളയുടെയും ജോർജിന്റെയും പേരെടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് താങ്കള് ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ വിട്ടിട്ട് ഒരു പുതിയ തുടങ്ങേണ്ടത്, എന്തായിരുന്നു എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ചാൽ. ഇൻസ്പിറേഷൻ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഡെറിക്കും ഞാൻ എനിക്ക് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പെണ്ണിന്റെ ഒരു ഐഡിയ തോന്നി, ഒന്ന് രണ്ട് സുഹൃത്തുക്കള് തയ്യാറാണെന്ന് ഉറപ്പ്, വൈ ഡോണ്ട് വി ട്രൈ. അങ്ങനെ എപ്പോഴും ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു. വെരി ഡയറിങ് ആയിട്ട് റിസ്ക് എടുക്കാനായിട്ട് ഭയങ്കര ഒരു മനസ്സിലതാണ്. ഈ മറ്റേ ഫ്രീ പ്രസ് വിട്ടിട്ടും ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനും കുറച്ച് കാലം UN വർക്ക് ചെയ്തു. പലതുണ്ട്. ഇതിന്റെ ഏറ്റവും അഡ്വഞ്ചറസ് ജേർണി ഫ്രീ പ്രസ് വർക്ക് ചെയ്യുന്ന സമയത്ത് കപ്പലിൽ ജോയിൻ ചെയ്തിട്ട് ഈ മറ്റെന്താണ് കുക്കായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു കപ്പൽ യാത്ര ചെയ്തു. അതായത് പ്രസിദ്ധമായിട്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണൻ വളരെയധികം സ്വിച്ച് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണത്. അപ്പൊ അങ്ങനെ ഒരു അഡ്വഞ്ചറസ് നേച്ചറുണ്ട് അങ്ങോട്ട്. ഈ എല്ലാത്തിനും കൂടെ എടുത്തു ചാടിയിട്ട് ഒരു എക്സ്പെരിമെന്റേഷൻ മനസ്സിലാണ്. അതിന്റെ പേരിലായിരിക്കണം ഇത് തുടങ്ങിയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒന്ന് രണ്ട് കാര്യം വ്യത്യസ്തമായിട്ട് ഈ ഏഷ്യാബുക്ക് ഒരു കാലത്ത് ഈ ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ ആയിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ആധികാരികമായിട്ട് വാർത്തകൾ തന്നിരുന്ന ഒരു മാസിക, ഒരു വാരിക. അതിന്റെ ഒപ്പം കടവച്ച് നിന്നിരുന്നു ഇതും, ഈ ഏഷ്യ വീക്ക്. അപ്പൊ ഏഷ്യ വീക്ക് ഞങ്ങൾക്ക് മറ്റേ എക്സ്പ്രസ് ഓഫീസില് ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ ആവുന്നത്. പക്ഷെ ഇടയ്ക്ക് ഏഷ്യ വീക്ക് കാണാനും തോന്നും. അതിന് തക്ക വിധത്തില് കമ്പീറ്റ് ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിന്റെ ആ ഒരു എഡിറ്റോറിയൽ ലീഡർഷിപ്പിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മെന്റേഴ്സ് ദാസാർ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ഗ്രാൻഡ് എഡിറ്റേഴ്സിന്റെ അവസാനത്തെ കണ്ണിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മെന്ററിങ് ഫിഗർ ഒക്കെ ആയിട്ട് ആരെങ്കിലും സാറിന് പറയാൻ പറ്റുമോ? സദാനന്ദനായിരുന്നു ഫ്രീ പ്രസ് എഡിറ്ററിന്റെ സ്ഥാപകനും ഒരു ലെജൻഡറി എഡിറ്റർ ആയിരുന്നു സദാനന്ദൻ. ഞാനൊക്കെ ബോംബെയിൽ എത്തിപ്പിടിക്കുമ്പോൾ അദ്ദേഹം അവസാന കാലമായിട്ട് കുറച്ച് അവധി ചെയ്യുന്നു. അപ്പൊ അത്രയൊന്നും എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ സദാനന്ദനാണ് ഇദ്ദേഹത്തിനെ മെന്റർ ചെയ്തെന്നാണ് എനിക്ക് പറയാൻ പറ്റും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അധികം ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണല്ലോ. VK കൃഷ്ണമേനോൻ റിസൈൻ ചെയ്ത് ക്യാബിനറ്റ് മാറ്റിയില്ലേ 62 ഒരു രാഷ്ട്രീയ ഇതില്. അപ്പൊ എല്ലാ പത്രങ്ങളും അതിനെപ്പറ്റി ഘോരഘോരം എഡിറ്റോറിയൽ എഴുതി. ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുസ്ഥാൻ ടൈംസ് ഒക്കെ അതിനെ വെൽക്കം ചെയ്തു. ഈ ഫ്രീ പ്രസ്സില് അന്ന് വന്ന എഡിറ്റോറിയൽ ഭയങ്കര ശ്രദ്ധേയമായിരുന്നു. അതെന്തായെന്ന് വെച്ചാൽ അറിയാം, ഒരു ഹെഡിങ്ങും ഇല്ല, മേനൻ എന്ന് മാത്രമേ ഹെഡിങ്ങുള്ളൂ. ആ എഡിറ്റോറിയൽ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ പോർഷ്യസ് പൈലറ്റില് ബൈബിളിലെ ജീസസിനെ ജഡ്ജ്മെന്റിന് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം കൊണ്ടുവന്ന ആൾക്കാരെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, ഇദ്ദേഹം ചെയ്ത അത്ര വലിയ കുറ്റങ്ങളൊന്നുമല്ല, ഇദ്ദേഹത്തിനെ മറ്റേ ക്രൂസിഫൈ ചെയ്യത്തക്ക വിധത്തിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അറിയണം. അപ്പൊ ഇവര് ചോദിക്കുമ്പോ ഇവര് പറയും ക്രൂസിഫൈ ഹിം എന്ന് പറയും. ഈ കഥയാണ് എഴുതുന്നത്. അപ്പൊ രണ്ടാമത് പോർഷ്യസ് ചോദിക്കും, ഇദ്ദേഹം നിങ്ങൾ തെറ്റിദ്ധരിച്ച പല കാരണങ്ങളും, ഇത് ബിബ്ലിക്കൽ സ്റ്റോറി ആയിട്ടാണ് പറയണത്. അപ്പോഴും ഈ രണ്ടാമത്തെ ഇവര് തിരിച്ചു പറയും ക്രൂസിഫൈ ഹിം. മൂന്നാമത് ഇദ്ദേഹം ഒന്നും കൂടി ആവർത്തി ചോദിച്ചപ്പോൾ അപ്പോഴും അവർ ഇതേ റിപ്പോർട്ട് ചെയ്തപ്പോൾ ക്രൂസിഫൈ ഹിം. അതോടുകൂടി എഡിറ്റോറിയൽ നിന്നു. ഇതൊരു ഒരു ഭയങ്കര ഒരു സെൻസേഷണൽ എഡിറ്റോറിയൽ ആയിരുന്നു. ഞാൻ എഡിറ്റോറിയൽ ഞാൻ സ്തംഭിച്ചു. എനിക്ക് അതൊക്കെ നമ്മള് കബർ റിപ്പോർട്ടർ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ നേരെ ഫ്രീ പ്രസിന്റെ സുഹൃത്തുക്കളെ വെച്ചിട്ട് ആരാ എഴുതിയെന്ന് വെച്ചു. അത് പറഞ്ഞു TJ ജോർജ് ആണ് എഴുതിയതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം പറയാം, ഇദ്ദേഹം
നമ്മുടെ സദാനന്ദൻ ഞങ്ങളുടെ എഡിറ്റർ ഉണ്ടല്ലോ, അദ്ദേഹം പലപ്പോഴും മഹാഭാരതവും ബൈബിളും ഖുറാനും രാമായണത്തിൽ നിന്ന് ചില കഥകളെടുത്താണ് ഇങ്ങനത്തെ പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതിൽ തുടർന്ന് പിടിച്ചിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അതില് ഐ എം നോട്ട് ഇൻ എനി വേ ഡിസ്ക്രെഡിറ്റിംഗ് TGS. വൈ എം സെയിങ് ഈസ് അദ്ദേഹം അതിലൊരു ഒരു നോവൽറ്റി കണ്ടു, അതിന് ആപ്റ്റായിട്ടൊരു കഥ കണ്ടുപിടിച്ചു. ആ സമയത്ത് ഇങ്ങനെ ആപ്റ്റായിട്ട് തോന്നണ്ടേ, അതിലാണ് അവരുടെ ഒരു കഴിവ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മെന്ററായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് സദാനന്ദനായിട്ടാണ് എനിക്ക് തോന്നുന്നു. സദാനന്ദനാണ്. നീണ്ട കാലത്ത് പരിചയമുള്ളത് കൊണ്ടും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തിയ ബ്രേവ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഇന്ത്യയുടെ പത്ര ലോകത്തിന് TJS ജോർജിന്റെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് നമുക്ക് ഇതിന് ശേഷം സംസാരിക്കാം. പക്ഷെ ഇന്ത്യയുടെ പത്ര ലോകത്തിന് TJS ജോർജിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഒന്ന് ചുരുക്കി പറയണമെങ്കിൽ എങ്ങനെ പറയും ദാസ്? അതെ, എന്റെ അഭിപ്രായത്തില് ഇന്ത്യ മാധ്യമ ലോകത്ത് ഞാൻ അധികം 60കളും 70കളും 80കളും കാലത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പൊ അതൊക്കെ മാറി ഗോപാലകൃഷ്ണൻ അറിയാം. അന്നത്തെ കാലത്ത് 2 or 3 പത്രാധിപന്മാരായിരുന്നു കംപ്ലീറ്റ് എഡിറ്റേഴ്സ് പറയത്തക്ക വിധത്തിൽ. അതായത് ഒരു ന്യൂസ് പേപ്പറിന്റെ സകല വിഭാഗങ്ങളെ പറ്റിയും ആധികാരികമായിട്ട് ചിന്തിക്കുകയും ചെയ്യാൻ പറ്റുന്ന 2-3 പേരുണ്ട്. ഒന്ന് ഗുഡ്ഗാവ്കർ ആയിരുന്നു, പിന്നെ ഒന്ന് ശ്യാംലാൽ ആയിരുന്നു, പിന്നെ ഒന്ന് എന്റെ അഭിപ്രായത്തിൽ TJS ആണ്. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താ വെച്ചാൽ ശ്യാംലാലും ശ്യാംലാലും മറ്റേ മുൾഗാവ്കറും സബ് എഡിറ്റേഴ്സ് തുടങ്ങിയത്. ടൈംസ് ഓഫ് ഇന്ത്യയിലും സ്റ്റേറ്റ്സ്മെന്റിലൊക്കെ സബ് എഡിറ്റേഴ്സ് ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ അവര് പടിപടിയായിട്ട് ഉയർന്ന് എഡിറ്റേഴ്സ് ആവുകയും ചെയ്തത്. അത് കഴിഞ്ഞ് അവർ എഡിറ്റേഴ്സ് ആയിരുന്നപ്പോൾ they were concerned only mostly about the edit page. അന്ന് സകല മുഖ്യ പത്രാധിപന്മാരും ഇൻക്ലൂഡിങ് ഫ്രാങ്ക് മൊറൈസ് എഡിറ്റ് പേജ് ആണ് അവരുടെ കൺസേൺ. റെസ്റ്റ് ഓഫ് ദ പേജസ് were left to the news editor. അപ്പൊ ഞങ്ങളൊക്കെ പത്രപ്രവർത്തനം തുടങ്ങിയ സമയത്ത് the most crucial man was the news editor, not the editor. പക്ഷെ പുറം ലോകത്ത് എഡിറ്റേഴ്സിനെ പറ്റി അറിയാം, ബിക്കോസ് അവരുടെ പേര് വരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ഒരു ആൾക്കാരോട് പറഞ്ഞു, ഒരു കാലത്ത് the newspaper used to be known by the editors they edit. But now the editors are known by the newspaper they represent. അങ്ങനെ ഭയങ്കര വ്യത്യാസമായിരുന്നു വന്നിരിക്കുന്നത്. അപ്പൊ ആ കാലത്ത് ആദ്യമായിട്ട് എന്റെ ഇതിൽ എനിക്ക് തോന്നി TJS ആണ്. Even though he was an editor, he guided the reporters. He gave them ideas. He gave them topics. What is the angle to be taken? അപ്പൊ ഈ ഫ്രീ പ്രസിലുള്ളപ്പോഴും സെർച്ചിലുള്ളപ്പോൾ എനിക്ക് അറിയാം, ഫ്രീ പ്രസിലുള്ളപ്പോൾ എനിക്ക് അത്യാവശ്യം ചില റിപ്പോർട്ടേഴ്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ നല്ലൊരു ആംഗിൾ ഉണ്ട്, why don't you take that angle and this is the story that you should pursue. അപ്പൊ ഒരു എഡിറ്ററാണ് പറയണത്, ന്യൂസ് എഡിറ്റർ അല്ലാന്ന് ഓർക്കണം. പക്ഷെ അന്നൊക്കെ മൊറൈസ് ആയാലും ശ്യാംലാൽ ആയാലൊക്കെ they were just confined about the editorials and the main article and some the letters to editor and that sort of a thing, leaving the rest of the operations to the news editor. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് he combined himself the role of both editor and the news editor and also the chief reporter. ഉദാഹരണം പറയാം, ഫ്രീ പ്രസ്സില് ഞങ്ങളൊക്കെ അവിടെയുള്ള സമയത്ത് ഒരു അനൗൺസ്മെന്റ് വെച്ചു, ഫ്രം ടുമോറോ വി സ്റ്റാർട്ട് എ ന്യൂ സീരീസ് എന്ന് പറഞ്ഞിട്ട് എന്താ തുടങ്ങാൻ പോണെന്ന്. അപ്പൊ എന്താന്ന് വെച്ചാൽ ബോംബെ ഇസ് എ മിനി ഇന്ത്യ. ആ ബോംബെയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ ഭാഷയിലും ജാതിയിലും മതത്തിലൊക്കെ വ്യത്യസ്തരായിട്ടുള്ള ജീവിക്കുന്ന ഒരു മെട്രോപോളിസ് ആണത്. അതിൽ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് മറ്റു സീരീസ് തുടങ്ങി. ദ ബൊക്കെ, എന്റെ ഹെഡിങ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദ ഗ്രാൻഡ് ബൊക്കെ എന്നായിരുന്നു. അതില് ആദ്യം ഗുജറാത്തികളെ പറ്റി എഴുതി, മാർവാടികളെ പറ്റി എഴുതി, തെലുങ്കിനെ പറ്റി എഴുതി, മലയാളികളെ പറ്റി എഴുതി. അപ്പൊ ഹി ഐഡന്റിഫൈഡ് 3 or 4 വെരി സ്മാർട്ട് റിപ്പോർട്ടേഴ്സ്. അവരെ കൊണ്ട് ഇത് എഴുതിച്ചു. അതൊരു സീരീസ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ he didn't operate only as an editor. He operated both. It's a combined operation of an editor, news editor and a chief reporter. അത് അപൂർവം ചില ആൾക്കാരെ ഞാൻ കണ്ടു. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സാർ പറഞ്ഞത്. ഞാൻ പൊതുവെ ശ്രദ്ധിക്കാറുള്ളതാണ് ഈ എഡിറ്റ് പേജിന്റെ പ്രിസണേഴ്സ് ആയിട്ട് മാറിക്കഴിയുമ്പോഴുള്ള ഒരു പ്രോബ്ലം അല്ലേ? അത് അദ്ദേഹത്തിന് ആ ഒരു പത്രത്തിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ ആ പത്രത്തിനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് വളരെ വളരെ. ഇനി നമുക്ക്
വേറൊന്നുള്ളത് 1965 ഞാൻ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ കണ്ടതാണ്. ടി ജെ ജോർജ് വാസ് ജയിൽഡ് ഫോർ ഒപ്പോസിംഗ് ബീഹാർ ചീഫ് മിനിസ്റ്റർ കൃഷ്ണസഹായ ആ കൃഷ്ണസഹായ ആ കൃഷ്ണ സഹായ്. അപ്പോ വൺ ഓഫ് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ് ഇംപ്രിസൻഡ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അത് അതെന്തായിരുന്നു അദ്ദേഹം ഏത് എഡിഷനിൽ വർക്ക് ചെയ്യും, ഇവിടെ ഏത് പത്രത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് സംഭവിച്ചത്? സെർച്ച് ലൈറ്റിലായിരുന്നു. സെർച്ച് ലൈറ്റില് സെർച്ച് ലൈറ്റിൽ. ഓക്കെ. അദ്ദേഹം ഫ്രീ പ്രസ് വിട്ടിട്ട് സെർച്ച് ലൈറ്റിലേക്ക് പോയി. അതെ. എനിക്ക് തോന്നണ ഒരു കാരണം ടി ജെ നേരത്തെ പറഞ്ഞ സദാനന്ദന്റെ കാലം കഴിഞ്ഞിട്ട് ഇത് AB നായർ തൊട്ട് അതാണ് അതിന്റെ മുഖ്യ പത്രമായിട്ട് ഏറ്റെടുത്തത്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നില്ല. അദ്ദേഹം ജേർണലിസ്റ്റേ ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു കേട്ടേക്കുന്ന അദ്ദേഹം നോർവീജിയൻ എംബസിയിലെ ഒരു ഒഫീഷ്യൽ ആയിരുന്നു. മറ്റേ ഈ വാറ് കാലത്ത് അതിനു മുമ്പ് അവിടുത്തെ ന്യൂസ് പ്രിന്റ് ഈ സദാനന്ദം മേടിച്ചിരുന്നത്. അത് ശരിക്കും പൈസ തിരിച്ചു കൊടുക്കാത്തതിന് കാരണം കുറെ കടം ഉണ്ടായിരുന്നു. വാർ വിട്ടപ്പോ നോർവേ മറ്റവരോടൊപ്പമാണല്ലോ ചേർന്നത്, നമ്മുടെ ഹിറ്റ്ലറുടെ ഭാഗത്താണല്ലോ ചേർന്നത്. സോ ദേ റാൻ അവേ ഫ്രം ഹിയർ, ഹാൻഡഡ് ഓവർ എവരിതിങ് ടു AB നായർ. അപ്പൊ ആ പേരില് ഈ കടബാധ്യതയുള്ള കാശ് മുഴുവൻ ഷെയർസ് ആയിട്ട് മാറ്റിയിട്ട് he took over Free Press and he became the chief editor. ചീഫ് എഡിറ്റർ. അദ്ദേഹത്തിന് യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല. ജോർജ് സാറും ബാക്കിയുള്ള അന്നത്തെ ഫ്രീ പ്രസ് ആൾക്കാരും പല ജോക്കുകളിനകത്തുനിന്ന് പറഞ്ഞ ഇവരുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങോരായിട്ട് ചേർത്ത് പ്രവർത്തിക്കാനായിട്ടൊരു ബാധ്യത. പക്ഷെ ജോർജ് സാറുള്ള സമയത്തൊക്കെ വെറ്ററൻസ് ആയിരുന്നുള്ളത്. MV കമത്തുണ്ടായിരുന്നു, വേറൊരു ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ബാൽ താക്കറെ ഉണ്ടായിരുന്നു, പിന്നെ മാത്യു മറ്റേ MB മാത്യു. അതായിരിക്കും ഒരുപക്ഷെ ഈ താക്കറയുടെ ബയോ സ്കെച്ച് എഴുതാനുള്ള കാരണമൊക്കെ അല്ലേ? ആയിരിക്കാം. അപ്പോ അങ്ങനെ അത് കാരണമാണ് ഒരു വിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഈ ഇവിടെ അവിടെ ഒരു വിദ്യാർത്ഥി സമരം നടന്നു ഫീസിനെ പറ്റിയിട്ട്. ആ വിദ്യാർത്ഥി സമരം അടിച്ചമർത്താനായിട്ട് ഈ സാഹേബോസ് എന്താ പറയുക, ഇപ്പോഴത്തെ നേതാക്കന്മാർ അടിച്ചമർത്തൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അത് അങ്ങോട്ട് വളരെ ഭയങ്കര രൂക്ഷമായിട്ട് തന്നെ വിമർശിച്ച രീതി. മാത്രല്ല സീരീസ് ഓഫ് റിപ്പോർട്ട് ആന്റി ബസ് ആയ അങ്ങനെ പറ്റി ജയിലിട്ട് വരുന്നത്. അത് നമ്മുടെ അങ്ങോട്ട് ഘോഷയാത്രയില്ലേ, ഘോഷയാത്രയിലുണ്ട്. അത് അസലായിട്ട് അങ്ങനെ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഘോഷയാത്ര എന്തൊരു വർക്കാണല്ലേ. അത് ഏറ്റവും എന്നെ സമയം എനിക്ക് തോന്നിയിരിക്കുന്ന ഘോഷയാത്രയില് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയോ അങ്ങോട്ട് ചെയ്ത വീരപരാക്രമങ്ങളോ ഒന്നും ഇല്ലായില്ല. അതൊരു അകന്നു നിന്നിട്ട് അങ്ങൊരു ആത്മകഥ എഴുതിക്കുകയാണ്. ഞാൻ അതിൽ അമ്മ ചാടി ഒരല് ചാടി പത്താനൊന്നും ഇല്ലാതില്ല. പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലേക്ക് പോകുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് സ്വാഭാവികമായിട്ടും 1964 VK കൃഷ്ണമേനോന്റെ ബയോഗ്രഫി, അതിനുശേഷം നർഗീസ് ദത്തിന്റെ അദ്ദേഹം എഴുതി, പിന്നെ ഓഫ് കോഴ്സ് MS സുബ്ബലക്ഷ്മി, പിന്നെ ബാൽ താക്കറെ എഴുതി, പിന്നെ ഫോമർ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ ലീ ക്വാന്റെ ഒരു ബയോഗ്രഫി. ഈ ജീവചരിത്രങ്ങളിലേക്കുള്ള PJ ജോർജിന്റെ താല്പര്യം എങ്ങനെയാണ് കാണുന്നത്? കൃഷ്ണമേനായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കേസ്, അദ്ദേഹത്തിന്റെ കേസ് എങ്ങനെയാണ് വാദിച്ചത്. ഇന്നൊരു ഹി ഓൾവേസ് ഓപ്റ്റ് ഫോർ ദി ഇമ്പോസിബിൾ. അങ്ങനൊരു ഇതുണ്ടായിരുന്നു. സാധാരണ രണതമ്മിലായിട്ട് ആൾക്കാരെ ചെയ്യാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ശ്രമം നടത്താൻ. പിന്നെ അടുത്ത് പറയുന്നത് കൃഷ്ണമേനൊപ്പം ഏറ്റവും രസകരമായത് ഗോപാലകൃഷ്ണൻ എനിക്ക് അറിയുമെന്ന് അറിയില്ല. ഈ പറഞ്ഞ പുസ്തകങ്ങളില്ലേ, ലീ ക്വാങ്ങിന്റെ ആയാലും മാർക്കോസിന്റെ ആയാലും പോത്തൻ ജോസഫിന്റെ ആയാലും അതുപോലെ പിന്നെ പോത്തൻ ജോസഫിന്റെ എഴുതി കുറെ അദ്ദേഹത്തിന്റെ പോത്തൻ ജോസഫിന്റെ മകൻ കുറെ സഹായിച്ചിട്ടുണ്ട്. എനിക്കറിയാം കാര്യങ്ങളൊക്കെ. പിന്നെ MS സുബ്ബലക്ഷ്മിന്റെ ആയാലും VK കൃഷ്ണൻ ഈ കഥാപാത്രങ്ങളൊന്നും അങ്ങോട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. He has never seen Nargis. He has never interviewed. Kishamanan refused ചെയ്തു. He tried. Kishamanan പറഞ്ഞു, if you are writing my biography, I'll sue you എന്ന് പറഞ്ഞു. അത് പുസ്തകത്തിലുണ്ട്, ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് as you know, കൃഷ്ണമേനെ പറ്റി ആദ്യം കുറച്ച് എഴുതിയത് മാരി സീറ്റനും പിന്നെ മൈക്കൽ ബ്രിച്ചറൊക്കെയാണ് ആദ്യം കുറച്ച് നിങ്ങളെ പറ്റി എഴുതിയത്. ഫുൾ ലെങ്ത് ബയോഗ്രഫി കൃഷ്ണമേന്റെ ഇങ്ങോട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു,
ഈ കഥാപാത്രങ്ങളായിട്ട് നേരെ സംസാരിക്കാണ്ട് നിങ്ങൾ എങ്ങനെ ഈ കഥകളെ എഴുതിയ പുസ്തകങ്ങൾ എഴുതി വെച്ചു? Then he says, you don't know. If you interview these people whom you are writing on, then probably you may get into an emotional attachment with you. ഓക്കെ. That will come in the way of very critical analysis. I avoid. അതെ. അപ്പൊ അതൊരു ഇനിയിപ്പോ ലീകോങ്ങിനെ പറ്റി എഴുതിയതും മാർക്കോസിനെ പറ്റി എഴുതിയതാണ്. അങ്ങനെ കുറെ കാലം സിംഗപ്പൂരിലും ഫിലിപ്പീൻസിലും കയറ്റിയിരുന്നില്ല, വിസ ഡിനൈ ചെയ്തിരുന്നു. അപ്പൊ അതൊരു അങ്ങനൊരു ഇതായിരുന്നു. കിഷമേന്റെ പുസ്തകത്തിന്റെ കിഷമേന്റെ ആധികാരികമായിട്ടുള്ള പുസ്തകമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ലായിരുന്നു. എന്താ it was written more in defense of Menon at a time when he was highly unnecessarily, unwarrantedly being critical by others. എഡിറ്റോറിയലിന്റെ കാര്യം പറഞ്ഞ പോലെ. അതെ തന്നെ. അപ്പോ അത് ആവശ്യമില്ല. പക്ഷെ അപ്പൊ അത് കാരണം അങ്ങോട്ട് ഒരു ഭാഷയല്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജയറാം രമേശ് എഴുതി, ജയശ്രീ മിശ്ര എന്ന് പറഞ്ഞ അങ്ങോട്ട് ഗ്രാൻഡ് നീസ് ബുക്ക് എഴുതി. ദാറ്റ് ഇസ് ഓൾ ഹൈലി ക്രിട്ടിക്കൽ അല്ല, ഒരു സമ്പൂർണ്ണമായിട്ടൊരു ബയോഗ്രഫി ആയിരുന്നു. അപ്പൊ അത് ആ പുസ്തകത്തിന് ഭയങ്കര പ്രചാരം കിട്ടാനായിട്ട് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ബുക്ക് വരുന്നതിന് മുമ്പ് മൊറീസ് അത് റിവ്യൂ ചെയ്തു. ഫ്രാങ്ക് മൊറീസ് അദ്ദേഹത്തിന്റെ ഒരു മൺഡേയിൽ ഒരു കോളല്ല, അദ്ദേഹം എല്ലാ മൺഡേയും ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ആ ആർട്ടിക്കിളില് ഇങ്ങോട്ട് ടൈറ്റിൽ കൊടുത്തത് നെഹ്റു ബോസ് മേനൻ മാത്രമേ കിട്ടുക. എന്നിട്ടൊരു ഹൈലി അപ്രീഷിയേറ്റീവ് റിവ്യൂ. അപ്പൊ എ മാൻ ഹു ഹൈലി ക്രിട്ടിക്കൽ ഓഫ് കൃഷ്ണമേനൻ ടു റൈറ്റ് എ ഹൈലി അപ്രീഷിയേറ്റീവ് റിവ്യൂ, ദാറ്റ് ബൂസ്റ്റഡ് ദ പോപ്പുലാരിറ്റി ആൻഡ് സെയിൽ ഓഫ് ദിസ് ബുക്ക്. അങ്ങനെയാണ് അത് വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ എഴുതി ബാത്തറക്കട ഞാൻ വായിച്ചിട്ടില്ല. ഐ ഹാവ് നോട്ട് റെഡ്, ബട്ട് ദ റെസ്റ്റ് ഓഫ് ദി ഐ ഹാവ് റെഡ്. അതുപോലെ തന്നെ MS സുബ്ബലക്ഷ്മി ഞാൻ നർഗീസ് ദത്ത് ഞാൻ വായിച്ചിട്ടില്ല. നർഗീസ് ദത്തു പക്ഷെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് അങ്ങനെ എഴുതിയ ബയോഗ്രഫിയിലെ ഏറ്റവും ബെസ്റ്റ് നർഗീസാണ്. അതെല്ലേ? ഞാൻ പറയണേ പല ആൾക്കാർ, ഡിസേർണിംഗ് റീഡേഴ്സ് അസാധ്യ ബുക്കായിട്ട് പറയുന്നത് പല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സുന്ദരികളുടെ ജീവചരിത്രം എഴുതിയ ഒരു സുന്ദരനായിരുന്നു TJ ജോസ്. ശരിയാണ്. സുബ്ബലക്ഷ്മിയുടെ അകത്ത് he tried his best to contact സദാശിവൻ ഭർത്താവ്, പക്ഷെ he didn't succeed എന്നാണ് അറിഞ്ഞേ. പിന്നെ അദ്ദേഹം ആ പുസ്തകത്തിന്റെ ഏറ്റവും നല്ല മേന്മ എന്ന് വെച്ചാൽ he got hold of a love letter. സുബ്രഹ്മണ്യം എഴുതിയത് അതൊന്ന്. പിന്നെ ബാലസരസ്വതിയും MS കൂടിയിട്ട് സിഗരറ്റ് വലിക്കുന്നത് ഒരു ഫോട്ടോ. അത് ഫേമസ് ആയി ആ പടം. അതെ. അതെന്താ തമാശ അറിയോ? ഞാൻ മദ്രാസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാൻ അതിനൊരാളുടെ അടുത്ത് ഈ ഫോട്ടോ ഉണ്ട്. അണ്ടർ നോ സർക്കംസ്റ്റാൻസ് വിൽ യു ഷെയർ ഇറ്റ്. എന്നെ കാണിച്ചു തന്നിട്ട് മടക്കി വെക്കും ഈ ഫോട്ടോ. ആർക്കും കൊടുക്കില്ല. ഇതെങ്ങനെ അടിച്ചെടുത്ത ഒരു കാര്യമില്ല. അദ്ദേഹം ഇത് അടിച്ചെടുത്ത് പബ്ലിഷ് ചെയ്തു. അല്ല, അത് കഴിഞ്ഞ് അതുപോലെ പുകവലിക്കുന്ന ഒരു ഫോട്ടോ വന്നത് ഇപ്പൊ അരുന്ധതിയുടെ പുതിയ പുസ്തകത്തിലാണ്. അതെ, അത് വീഡിയോ ആണ്. അത് സിഗരറ്റാ. അങ്ങനെയുണ്ട്. ഇത് വീഡിയോ അപ്പൊ നമുക്ക് ഈ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടും ഈ പല കാര്യങ്ങളും സംസാരിക്കാനുള്ളൂ. പ്രത്യേകിച്ച് ചൈനയെ ഇത്ര ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ. അത് ആ ഇൻട്രസ്റ്റ് എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് നമുക്ക് സമയത്തിന്റെ വലിയ പരിമിതി ഉള്ളത് കൊണ്ട് ഈ മഹാനായ പത്രപ്രവർത്തകൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലുപരി മലയാളിയായിട്ടുള്ള ഈ വലിയ ഗ്രാൻഡ് ഇന്ത്യൻ പത്രപ്രവർത്തകൻ, അദ്ദേഹം വിടവാങ്ങുന്ന ഈ സമയത്ത് ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ വിശദമായ ആ ജീവിതത്തിനെ കുറിച്ച് സംസാരിച്ചതിൽ I am thanking you on behalf of all the listeners of Dilly Dally and in my personal capacity. Thank you for your quality time for this humble podcast. Thank you, Varesh. Thanks. All the best.